10ാം വർഷത്തിലേക്ക് കടക്കുന്ന വേളയിൽ ഓരോ മലയാളിക്കുമുള്ള സമ്മാനമായാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ കമ്മീഷനിങ് തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത്. മെയ് 2-ന് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കമ്മീഷൻ ചെയ്യുന്നതോടെ കേരളം ലോക മാരിടൈം ഭൂപടത്തിലെ പ്രധാന കേന്ദ്രമാവുകയാണ്. ഇതൊരു പുതിയ തുറമുഖത്തിൻ്റെ തുടക്കം കുറിക്കൽ മാത്രമല്ല, ഇന്ത്യൻ വ്യാപാരത്തിനും ലോജിസ്റ്റിക്സിനും ആഗോളതലത്തിൽ നിർണായക സ്ഥാനം നൽകുന്ന ഒരു പുതിയ യുഗത്തിൻ്റെ പ്രാരംഭ മുഹൂർത്തവുമാണ്. ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കേ അറ്റത്ത് നിന്ന് സാമ്പത്തിക മുന്നേറ്റത്തിൻ്റെ പുതിയ കാറ്റ് വീശാൻ തയ്യാറെടുക്കുന്ന ഒരു വൻകിട പദ്ധതി കേരള സർക്കാരിൻ്റെ ഇച്ഛാശക്തിയുടെയും ദീർഘവീക്ഷണത്തിൻ്റെയും പ്രതീകമായി യാഥാർത്ഥ്യമാവുകയാണ്. കഴിഞ്ഞ ദിവസം വിഴിഞ്ഞം പോർട്ടിലെത്തി അവിടെ നിർമ്മാണ പുരോഗതിയും കമ്മീഷനിങ്ങിനുള്ള തയ്യാറെടുപ്പും നേരിട്ട് കണ്ടിരുന്നു. രാജ്യത്തെ തന്നെ ആദ്യ സമർപ്പിത ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമാണ് വിഴിഞ്ഞം. ആദ്യ സെമി ഓട്ടോമേറ്റഡ് തുറമുഖമാണിത്. അന്താരാഷ്ട്ര കപ്പൽച്ചാലിൽ നിന്ന് 10 നോട്ടിക്കൽ മൈൽ മാത്രം അകലെയാണ് പ്രകൃതിദത്തമായ ആഴമുള്ള ഈ തുറമുഖം. ഇന്ത്യൻ കണ്ടെയ്നർ നീക്കത്തിൻ്റെ 75% കൊളംബോ തുറമുഖമായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. വലിയ തോതിലുള്ള വിദേശ നാണ്യ നഷ്ടവും വരുമാന നഷ്ടവുമാണ് രാജ്യത്തിന് ഇതുമൂലമുണ്ടായത്. വിഴിഞ്ഞം സജ്ജമാവുന്നതോടെ കൊളംബോ തുറമുഖം കൈകാര്യം ചെയ്യുന്ന നല്ലൊരു ഭാഗം ഇന്ത്യൻ ട്രാൻസ്ഷിപ്മെൻറ്റ് കാർഗോയും വിഴിഞ്ഞത്തേക്ക് എത്തും. LDF സർക്കാരിൻ്റെ നിശ്ചയദാർഢ്യത്തിലാണ് വിഴിഞ്ഞം തുറമുഖമെന്ന സ്വപ്നം യാഥാർത്ഥ്യമായത്. രാജ്യത്ത് ഒരു സംസ്ഥാന സർക്കാരിന് ഏറ്റവും കൂടുതൽ നിക്ഷേപമുള്ള തുറമുഖം വിഴിഞ്ഞമാണ്. നിലവിൽ ആകെ പദ്ധതി ചെലവിൻ്റെ 2/3 ഭാഗവും വഹിക്കുന്നത് കേരള സർക്കാരാണ്. നിർണായകമായ പുലിമൂട്ട് നിർമ്മാണം പോലുള്ള ഘടകങ്ങൾ പൂർണ്ണമായും സംസ്ഥാന സർക്കാർ ഫണ്ടിങ്ങോടെയാണ് പൂർത്തിയാക്കിയത്. ഇന്ത്യയിലെ ഏറ്റവും ആഴത്തിലുള്ള പുലിമുട്ടാണ് വിഴിഞ്ഞത്ത് നിർമ്മിച്ചിരിക്കുന്നത്. 3 കിലോമീറ്ററോളം നീളത്തിലാണ് പുലിമുട്ടിൻ്റെ ആദ്യഘട്ടം. 28 മീറ്റർ ഉയരം വരുന്ന ഏകദേശം 9 നില കെട്ടിടത്തിന് തുല്യം ഉയരമുള്ള ഈ നിർമ്മിതി ഏത് കാലാവസ്ഥയിലും തുറമുഖത്തിൻ്റെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നു. 2023 ഒക്ടോബർ 15-ന് ഷൻഹുവ എന്ന ചൈനീസ് കപ്പൽ വിഴിഞ്ഞം തീരത്ത് നങ്കൂരമിട്ടു. 2024 ജൂലൈ 13 മുതലാണ് വിഴിഞ്ഞം തുറമുഖത്ത് ട്രയൽ അടിസ്ഥാനത്തിൽ കപ്പലുകൾ വന്നു തുടങ്ങിയത്. 2024 ഡിസംബർ 3 മുതൽ വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനം തുടങ്ങി. 3 മാസത്തോളം നീണ്ടുനിന്ന ട്രയൽ റൺ വേളയിൽ തന്നെ 272-ൽ പരം കൂറ്റൻ കപ്പലുകൾ വിഴിഞ്ഞെത്തി. ഈ ഘട്ടത്തിൽ തന്നെ 5.5 ലക്ഷത്തിലധികം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തതും തുറമുഖത്തിൻ്റെ അനന്തമായ സാധ്യതയാണ് കാട്ടിത്തരുന്നത്. പൂർണ്ണമായും ഓട്ടോമേറ്റഡ് യാർഡ് ക്രെയിനുകളും റിമോട്ട് ഓപ്പറേറ്റഡ് ഷിപ്പ് ടു ഷോർ ക്രെയിനുകളും വിഴിഞ്ഞത്തെ തുറമുഖ പ്രവർത്തനങ്ങൾക്ക് വേഗതയും സുരക്ഷയും നൽകുന്നു. IIT മദ്രാസുമായി സഹകരിച്ച് വികസിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ AI അധിഷ്ഠിത വെസൽ ട്രാഫിക് മാനേജ്മെൻറ്റ് സിസ്റ്റം സുരക്ഷയും ഏകോപനവും ഉറപ്പാക്കുന്നു. VGF കരാർ ഒപ്പിട്ടതോടെ വിഴിഞ്ഞം പോർട്ടിൻ്റെ ആദ്യഘട്ടത്തിലെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി. തുറമുഖം രാഷ്ട്രത്തിന് സമർപ്പിക്കുന്നതോടെ ലോക സമുദ്ര വ്യാപാര മേഖലയിൽ കേരളം എന്ന പേർ
തങ്കലിപികളാൽ എഴുതപ്പെടുകയാണ്. 2025 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഇന്ത്യയിലെ ദക്ഷിണ പശ്ചിമ തീരത്തെ തുറമുഖങ്ങളിൽ കണ്ടെയ്നർ ചരക്ക് നീക്കങ്ങളിൽ വിഴിഞ്ഞമാണ് ഒന്നാം സ്ഥാനത്ത്. പ്രതിമാസം 1,00,000 TEU കൈകാര്യം ചെയ്യുക എന്ന നേട്ടവും വിഴിഞ്ഞം സ്വന്തമാക്കി. ഇന്ത്യയിൽ ഇതുവരെ എത്തിയ കപ്പലുകളിൽ ഏറ്റവും വലുതെന്ന് വിശേഷിപ്പിക്കാവുന്ന MSC തുർക്കിയെ ഉൾപ്പെടെ വിഴിഞ്ഞത്ത് സുഗമമായി ബർത്ത് ചെയ്യുകയുണ്ടായി. ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയായ MSCയുടെ ജേഡ് സർവീസിലേക്ക് വിഴിഞ്ഞം തുറമുഖത്തെ ഉൾപ്പെടുത്തിയത് മറ്റൊരു സുപ്രധാന നേട്ടമാണ്. MSCയുടെ പ്രധാന ചരക്ക് ഗതാഗത പാതയായ ദക്ഷിണാഫ്രിക്കയിലെ ഗുഡ് ഹോപ്പ് മുനമ്പിനെ ചുറ്റി യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്ക് പോകുന്ന കപ്പൽ പാതയിലെ പ്രധാന സർവീസുകളിലൊന്നാണ് ജേഡ് സർവീസ്. ഈ സർവീസിലെ ദക്ഷിണ ഏഷ്യയിലെ പ്രധാന കേന്ദ്രമായി വിഴിഞ്ഞം മാറുകയാണ്. ലോകത്തിലെ പ്രധാന തുറമുഖങ്ങളെ ബന്ധിപ്പിക്കുന്ന ഈ ചരക്ക് സർവീസിൽ വലിയ കപ്പലുകൾക്ക് ബർത്ത് ചെയ്യാൻ കഴിയുന്നതും ഉയർന്ന തോതിൽ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്നതുമായ തുറമുഖങ്ങളെ മാത്രമാണ് MSC ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ പട്ടികയിലേക്ക് ട്രയൽ റൺ ഘട്ടത്തിൽ തന്നെ വിഴിഞ്ഞത്തെ ഉൾപ്പെടുത്തി എന്നത് വലിയ നേട്ടമാണ്. ഇതോടെ ദക്ഷിണേഷ്യയിലുള്ള ചൈനയിലെ കിങ്ദാവോ, നിങ്ബോ ഷൗഷാൻ, ഷാങ്ഹായ്, യാൻഡിയൻ, ദക്ഷിണ കൊറിയയിലെ ബുസാൻ, സിംഗപ്പൂർ എന്നീ വൻകിട തുറമുഖങ്ങളുടെ കൂട്ടത്തിലേക്കാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എത്തിച്ചേരുന്നത്. സിംഗപ്പൂരിൽ നിന്നും വിഴിഞ്ഞത്തെത്തുന്ന MSC കപ്പൽ അവിടെ നിന്നും സ്പെയിനിലെ വലൻസിയ തുറമുഖത്തേക്കും തുടർന്ന് ബാഴ്സലോണ തുറമുഖം വഴി അവസാന കേന്ദ്രമായ ഇറ്റലിയിലെ ജിയോയ ടൗറോ തുറമുഖത്തേക്കുമാണ് പോവുക. ജേഡ് സർവീസിൽ ഇടം പിടിച്ചതോടെ ദക്ഷിണേഷ്യയുടെ ചരക്ക് ഗതാഗത മുഖമായി വിഴിഞ്ഞം മാറുകയാണ്. ഇതോടെ ഇന്ത്യയിലേക്ക് വരുന്ന കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്ത് വന്ന് കേന്ദ്രീകരിക്കുകയും ചെറുകപ്പലുകളായി മറ്റു തുറമുഖങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്ന രീതിയിലേക്ക് മാറും. പദ്ധതിയിൽ 60% നിക്ഷേപം നടത്തുന്ന സംസ്ഥാന സർക്കാരിന് അധികാരമോ ലാഭവിഹിതമോ ഇല്ലാത്ത കരാറായിരുന്നു നേരത്തെ ഒപ്പിട്ടത്. 40 വർഷത്തേക്കുള്ള ആ കരാർ പ്രകാരം BOT വ്യവസ്ഥയിലുള്ള പദ്ധതിയിൽ 20 വർഷം സർക്കാരിന് ലാഭവിഹിതം ഇല്ലാത്ത നിലയായിരുന്നു. 21ാമത്തെ വർഷം മാത്രം 1% ലാഭവിഹിതം ലഭിക്കും. പിന്നീട് ഓരോ വർഷവും 1% വീതം അധിക ലാഭവിഹിതം. കരാറിൽ നിന്ന് പിന്മാറിയാൽ സർക്കാരിന് വൻ നഷ്ടപരിഹാരം നൽകേണ്ട വ്യവസ്ഥയും ഉണ്ടായിരുന്നു. ഇവിടെയാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഭാവി മുന്നിൽ കണ്ടുകൊണ്ട് LDF സർക്കാർ സപ്ലിമെൻ്ററി കൺസെഷൻ കരാർ ഒപ്പുവെച്ചതിൻ്റെ പ്രാധാന്യം. പലവിധ കാരണങ്ങളാൽ പദ്ധതി കമ്മീഷൻ ചെയ്യാൻ വൈകിയ സാഹചര്യത്തിൽ തുറമുഖത്തിൽ നിന്നുള്ള വരുമാനം സംസ്ഥാനത്തിന് 2039 മാത്രമേ ലഭിക്കൂ എന്നതായിരുന്നു നേരത്തെ ഉണ്ടായ സാഹചര്യം. അതായത് പഴയ കരാർ പ്രകാരം തുറമുഖം പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം 15ാം വർഷം മുതലാണ് സംസ്ഥാന സർക്കാരിന് തുറമുഖ വരുമാനത്തിൻ്റെ വിഹിതം ലഭിച്ചു തുടങ്ങുക. ഇപ്പോൾ ഒപ്പുവെച്ച സപ്ലിമെൻ്ററി കരാർ പ്രകാരം 2034 മുതൽ സർക്കാരിന് വരുമാനം ലഭിച്ചു തുടങ്ങും. മാത്രമല്ല മൂലകരാർ പ്രകാരം വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ
അന്തിമഘട്ടം പൂർത്തിയാക്കേണ്ടത് 2045 എന്നാൽ LDF സർക്കാർ ഒപ്പുവെച്ച സപ്ലിമെൻ്ററി കരാർ പ്രകാരം 2028 തന്നെ എല്ലാവിധമായ നിർമ്മാണ പ്രവൃത്തികളും പൂർത്തിയാവും. സംസ്ഥാന സർക്കാരും അദാനി കമ്പനിയും തമ്മിലുള്ള ആർബിട്രേഷൻ നടപടികൾ ഒഴിവാക്കി പുതിയ കരാറിലേക്ക് എത്തിയതോടെയാണ് നിർമ്മാണ പ്രവർത്തനം നിശ്ചയിച്ച സമയക്രമത്തിനേക്കാൾ വേഗത്തിലായത്. അതായത് 2045 മാത്രം തീരേണ്ട പദ്ധതി 17 വർഷങ്ങൾക്ക് മുൻപ് 2028 തന്നെ തീരുന്ന നില ഉണ്ടാവുന്നത്. 2028 തുറമുഖ നിർമ്മാണത്തിൻ്റെ അടുത്ത ഘട്ടം പൂർത്തീകരിക്കുമ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ മിനിമം സ്ഥാപിത ശേഷി പ്രതിവർഷം 30 ലക്ഷം TEU ആയിരിക്കും. ഇതിനായി 10,000 കോടി രൂപയുടെ ചിലവാണ് കണക്കാക്കിയിരിക്കുന്നത്. ഈ തുക പൂർണ്ണമായും അദാനി പോർട്സ് ആയിരിക്കും വഹിക്കുക. വിഴിഞ്ഞം ഒരു യഥാർത്ഥ മൾട്ടി മോഡൽ ഹബ്ബാണ്. ദേശീയപാത 66 ചുരുങ്ങിയ സമയത്തിൽ പ്രവേശനം സാധ്യമാക്കുന്ന റോഡ് കണക്ടിവിറ്റി, ഭാവിയിലെ വർദ്ധിച്ച ചരക്ക് ഗതാഗതം സുഗമമാക്കാൻ കേരളത്തിലെ ആദ്യത്തെ ക്ലോവർ ലീഫ് ഇൻ്റർചേഞ്ച് എന്നിവ ഈ പദ്ധതിയുടെ ഭാഗമാണ്. നിർമ്മാണം ഉടൻ ആരംഭിക്കുന്ന റെയിൽപാത രാജ്യത്തിൻ്റെ റെയിൽ ശൃംഖലയുമായി തുറമുഖത്തെ നേരിട്ട് ബന്ധിപ്പിക്കും. തുറമുഖത്തു നിന്നും കേവലം 15 കിലോമീറ്റർ ദൂരമുള്ള തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം തുറമുഖത്തിൻ്റെ സംയോജിത കണക്ടിവിറ്റി പൂർണ്ണമാക്കുന്നു. തുറമുഖം പൂർണ്ണശേഷി കൈവരിക്കുന്നതോടുകൂടി കേരളത്തിൽ വലിയ തോതിലുള്ള വാണിജ്യ വ്യാവസായിക വളർച്ചയുണ്ടാകും. അങ്ങനെ സാമ്പത്തിക വളർച്ചയുടെ ചാലകശക്തിയായും സമൂഹത്തിൻ്റെ കൈത്താങ്ങെന്ന നിലയിലും വിഴിഞ്ഞം ഒരു ശക്തമായ സാമ്പത്തിക എഞ്ചിനായി മാറുകയാണ്. പദ്ധതിക്കായി 61.83% തുക സംസ്ഥാന സർക്കാരാണ് വഹിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ VGF ഗ്രാൻറ്റ് എന്ന സഹായത്തിന് പകരമായി ലഭിക്കുന്ന ലാഭവിഹിതത്തിൻ്റെ ഷെയറാണ് ചോദിച്ചിരിക്കുന്നത്. തുറമുഖത്തിന് 8,680 കോടി രൂപയാണ് ആകെ മുതൽ മുടക്ക്. ഇതിൽ 5,370 കോടി 86 ലക്ഷം രൂപ സംസ്ഥാന സർക്കാരും 818 കോടി രൂപ കേന്ദ്ര സർക്കാരും 2,497 കോടി രൂപ അദാനി പോർട്സും വഹിക്കും. വിഴിഞ്ഞം ഇന്ത്യയിലെ ആദ്യ സെമി ഓട്ടോമേറ്റഡ് തുറമുഖമാണെന്ന് നേരത്തെ വ്യക്തമാക്കി കഴിഞ്ഞു. ഇത് പൂർണ്ണമായും ഓട്ടോമേറ്റഡ് യാർഡ് ക്രെയിനുകളും റിമോട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഷിപ്പ് ടു ഷോർ ക്രെയിനുകളും ഉപയോഗിച്ച് കൂടുതൽ വേഗത്തിലും സുരക്ഷിതമായും കണ്ടെയ്നർ കൈമാറ്റം നടത്തുന്നു. ടെർമിനൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായി TOS ചേർന്ന ആധുനിക ഓട്ടോമേഷൻ സാങ്കേതിക വിദ്യകൾ ഈ തുറമുഖം കപ്പലുകളുടെ തിരികെ പോയ സമയം കുറച്ച് പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നു. പരമ്പരാഗതമായി പുരുഷന്മാർ മാത്രം ചെയ്തിരുന്ന ജോലിയായ CRMG ക്രെയിൻ ഓപ്പറേറ്ററായി സ്ത്രീകളെ, പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളി സമുദായത്തിൽ നിന്നുള്ള സ്ത്രീകളെ നിയമിച്ച് വിഴിഞ്ഞം ദേശീയ തലത്തിൽ ശ്രദ്ധ നേടിയിരിക്കുന്നു. IIT മദ്രാസും മാരിടൈം ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡും ചേർന്ന് വികസിപ്പിച്ച AI, റഡാർ, സെൻസർ എന്നിവ ഉപയോഗിച്ച പുതിയ തലമുറ വെസൽ ട്രാഫിക് മാനേജ്മെൻറ്റ് സിസ്റ്റം VTMS കപ്പലുകളുടെ ചലനങ്ങൾ കൃത്യമായി നിയന്ത്രിക്കുന്നു. പരീക്ഷണ പ്രവർത്തന വേളയിൽ തന്നെ മികച്ച പ്രകടനം തുറമുഖത്തിന് കാഴ്ചവെക്കാൻ കഴിഞ്ഞു. നേരിട്ട് 755-ലധികം തൊഴിലവസരങ്ങൾ ഇതിനകം സൃഷ്ടിച്ചിട്ടുണ്ട്. 67% ജീവനക്കാരും കേരളത്തിൽ നിന്നുള്ളവരാണ്.
35% പേർ വിഴിഞ്ഞം തദ്ദേശീയരും. തുറമുഖ വികസനം നാടിൻ്റെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ വളർച്ച കൂടി പരിഗണിച്ചുകൊണ്ടാണ് എന്നതിൻ്റെ തെളിവാണിത്. പദ്ധതിക്ക് ആവശ്യമായ ഭൂമി കടൽ നികത്തിയെടുത്തിട്ടുണ്ട്. തുടക്കത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്ത് അതിവേഗത്തിലാണ് പുലിമൂട്ടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. 2960 മീറ്ററിൻ്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. ഇതിൽ 2500 മീറ്ററോളം എക്രോപോഡ് ഉപയോഗിച്ച് സുരക്ഷിതമാക്കിയിട്ടുണ്ട്. ഔട്ടർ ഇന്നർ അപ്രോച്ച് ചാനൽ, ടേണിംഗ് പോക്കറ്റ്, ബെർത്ത് പോക്കറ്റ് എന്നിവയ്ക്ക് ആവശ്യമായ ആഴം കൈവരിച്ചിട്ടുണ്ട്. ബ്രേക്ക് വാട്ടർ കോർ ലെയർ പൂർത്തിയായി. ആർമർ ലെയർ, എക്രോപോഡ് ലെയർ, വെയ് വാൾ എന്നിവയടക്കം നിർമ്മാണങ്ങൾ പൂർത്തിയായി. തുറമുഖത്തെ കെട്ടിടങ്ങൾ, കണ്ടെയ്നർ ബെർത്ത്, കണ്ടെയ്നർ യാർഡ് എന്നിവ പൂർത്തീകരിച്ചു. 8 ഷിപ്പ് ടു ഷോർ ക്രെയിനുകളും 24 യാർഡ് ക്രെയിനുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ടഗ് ബോട്ട്, പൈലറ്റ് കം സർവേ വെസൽ എന്നിവ വിഴിഞ്ഞത്ത് എത്തിക്കഴിഞ്ഞു. തുറമുഖം പ്രവർത്തന സജ്ജമാകുന്നതിന് മുന്നോടിയായുള്ള എല്ലാ കേന്ദ്ര അനുമതികളും ലഭിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. റെയിൽ കണക്ടിവിറ്റി യാഥാർത്ഥ്യമാക്കാൻ 2028 ഡിസംബർ വരെ സമയം സർക്കാർ ലഭിച്ചിട്ടുണ്ട്. കൊങ്കൺ റെയിൽവേയെ ഇതിൻ്റെ DPR തയ്യാറാക്കാൻ ചുമതലപ്പെടുത്തി. 10.7 കിലോമീറ്റർ ദൈർഘ്യമുള്ള റെയിൽപാതയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതിനുള്ള പാരിസ്ഥിതിക അനുമതി ലഭിച്ചിട്ടുണ്ട്. തുറമുഖത്തെ ബാലരാമപുരം സ്റ്റേഷനുമായി ബന്ധിപ്പിക്കുന്ന നിർദ്ദിഷ്ട പാതയുടെ 9.2 കിലോമീറ്ററും ടണൽ വഴിയാണ് കടന്നു പോകുന്നത്. ഭൂമി ഏറ്റെടുക്കുന്നതടക്കം 1482 ലക്ഷം രൂപ ചെലവാകും. റെയിൽപാത യാഥാർത്ഥ്യമാകുന്നതുവരെ താൽക്കാലിക സംവിധാനമെന്ന നിലയിൽ കണ്ടെയ്നർ റെയിൽ ടെർമിനൽ സ്ഥാപിക്കാനുള്ള ചർച്ചകൾ റെയിൽവേയുമായി നടന്നു വരികയാണ്. തുറമുഖ നിർമ്മാണം പൂർത്തീകരിക്കുന്ന മുറക്ക് വിഴിഞ്ഞത്തെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി പല പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട്. നിലവിലെ മത്സ്യബന്ധന തുറമുഖം ആധുനികവൽക്കരിച്ച് ആവശ്യമായ അധിക സൗകര്യങ്ങളും ബർത്തുകളും സ്ഥാപിക്കുവാനുള്ള പദ്ധതി ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് നടപ്പിലാക്കുകയാണ്. ഇതിനായി 48 കോടി രൂപയുടെയും 25 കോടി രൂപയുടെയും 2 പദ്ധതികൾ HED തയ്യാറാക്കി. PMMSY സ്കീമിൽ നടപ്പിലാക്കുവാൻ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ 256 കോടി രൂപ മുതൽ മുടക്കിൽ എല്ലാ ആധുനിക സൗകര്യങ്ങളുമുള്ള ഒരു പുതിയ മത്സ്യബന്ധന തുറമുഖം വിസിൽ, AVPPL ഇവയുടെ സഹായത്തോടെ നിർമ്മിക്കുന്നതാണ്. ഈ വികസന പ്രവർത്തനങ്ങൾക്ക് പുറമെ പദ്ധതി പ്രദേശത്തെ ജനങ്ങൾക്ക് വേണ്ടി നിരവധി സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട്. ഏകദേശം 3000 പേർക്ക് ജീവനോപാധി നഷ്ടപരിഹാരവും നൽകിയിട്ടുണ്ട്. നിർമ്മാണം ആരംഭിച്ച ശേഷം പല ഘട്ടങ്ങളിലായി വിഴിഞ്ഞ നിവാസികൾ വിവിധ പ്രശ്നങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. അവയുടെ പരിഹാരത്തിനായി സർക്കാർ ഫണ്ട് ഉപയോഗപ്പെടുത്തിയും അദാനി കമ്പനിയുടെ CSR ഫണ്ട് ഉപയോഗിച്ചും വേണ്ട പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. 5000-ലധികം തൊഴിലവസരങ്ങളാണ് ഈ തുറമുഖത്തിൻ്റെ ഭാഗമായി നേരിട്ട് ലഭ്യമാകുന്നത്. തുറമുഖാധിഷ്ഠിത തൊഴിൽ പരിശീലനത്തിന് 50 കോടി രൂപ ചെലവിൽ ട്രെയിനിങ് സെൻറ്റർ കൂടി ഒരുക്കിക്കൊണ്ട് കൂടുതൽ ചെറുപ്പക്കാർക്ക് ഇത് പ്രയോജനകരമാകുന്നുവെന്ന് ഉറപ്പുവരുത്തുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ, ഔട്ടർ റിംഗ് റോഡ്, വിഴിഞ്ഞം, കൊല്ലം, പുനലൂർ വളർച്ചാ ത്രികോണം മുതലായവ യുദ്ധകാലാടിസ്ഥാനത്തിൽ യാഥാർത്ഥ്യമാക്കി. തുറമുഖ നിർമ്മാണം മൂലമുള്ള നേട്ടങ്ങൾ
പരമാവധി ഈ മേഖലയിൽ പ്രയോജനപ്പെടുത്താൻ സർക്കാർ ലക്ഷ്യമിടുകയാണ്. ഇതിനായുള്ള പ്രാഥമിക അനുമതികളും നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. പോർട്ടിനെ ദേശീയപാത 66മായി ബന്ധിപ്പിക്കുന്ന കണക്ടിവിറ്റി ആ റോഡിൻ്റെ 80% പൂർത്തിയായിട്ടുണ്ട്. 6000 കോടി രൂപ ചെലവഴിച്ച് തയ്യാറാക്കുന്ന തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ് കൂടി വരുന്നതോടെ ഈ പദ്ധതി വലിയ നേട്ടം ഉണ്ടാക്കുക തന്നെ ചെയ്യും. വിഴിഞ്ഞം മുതൽ നാവായിക്കുളം വരെയാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ചേർന്ന് ഔട്ടർ റിംഗ് റോഡ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. ഈ റോഡുകൾക്ക് ഇരുവശങ്ങളിലുമായി 2.5 കിലോമീറ്റർ പ്രദേശം വിവിധങ്ങളായ വ്യവസായവും വാണിജ്യശാലകളും സ്ഥാപിക്കപ്പെടുന്നതോടുകൂടി തിരുവനന്തപുരത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറുന്ന ബൃഹത് പദ്ധതിയാകും ഇത്. ഈ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന മുറക്ക് എറണാകുളം മുതൽ തെക്കോട്ടുള്ള ഇതര ജില്ലകളിലും നിരവധി ലോജിസ്റ്റിക്സ് പാർക്കുകളും വ്യവസായശാലകളും വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തുറമുഖ നിർമ്മാണത്തിനുള്ള കരാർ ഒപ്പുവെക്കുന്ന സമയത്ത് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം 8 കോടി രൂപയുടെ പുനരധിവാസ പ്രവർത്തനങ്ങളാണ് ശുപാർശ ചെയ്തിരുന്നത്. എന്നാൽ ഈ സർക്കാർ മത്സ്യത്തൊഴിലാളികളോട് വളരെ അനുകൂലമായ നയം സ്വീകരിക്കുകയുണ്ടായി. അതിൻ്റെ ഫലമായി 114 കോടി 30 ലക്ഷം രൂപ പുനരധിവാസത്തിനായി മാത്രം ഇതുവരെ ചെലവഴിച്ചിട്ടുണ്ട്. പദ്ധതി നടപ്പാക്കുന്നതിനിടയിൽ നിരവധി പ്രകൃതിക്ഷോഭങ്ങളാണ് നേരിടേണ്ടി വന്നത്. നിർമ്മാണ വസ്തുക്കളുടെ കുറവ് കാരണം പദ്ധതിയുടെ നിർണായക ഘടകമായ 3000 മീറ്റർ നീളമുള്ള ബ്രേക്ക് വാട്ടറിൻ്റെ പുരോഗതി മന്ദഗതിയിലായ സ്ഥിതിയിലായിരുന്നു. 2017 ഡിസംബറിൽ അതുവരെ നിർമ്മിച്ച ബ്രേക്ക് വാട്ടറിന് പടിഞ്ഞാറൻ തീരത്തെ ഓക്കി ചുഴൽക്കാറ്റിൽ വലിയ നാശനഷ്ടങ്ങളാണ് നേരിട്ടത്. പിന്നീട് 2018 മഹാപ്രളയം, 2018 അസാധാരണമായ ഉയർന്ന തിരമാലകൾ, 2019 വെള്ളപ്പൊക്കം, ടൗട്ടെ എന്നീ ചുഴലിക്കാറ്റുകൾ, പ്രാദേശിക പ്രക്ഷോഭം, COVID-19 സൃഷ്ടിച്ച ആഗോള പ്രതിസന്ധി, ഇങ്ങനെ വിവിധ തടസ്സങ്ങൾ മറികടന്നാണ് മറ്റിടങ്ങളിൽ നിന്നടക്കം പാറക്കല്ലുകൾ എത്തിച്ച് പദ്ധതിയുടെ 1-ാം ഘട്ടം പൂർത്തിയാക്കിയത്. എന്തിനെക്കുറിച്ചും നമുക്ക് ചർച്ച ചെയ്യാം. വിഴിഞ്ഞം തുറമുഖ പദ്ധതി നിർത്തിവെക്കുന്നതൊഴികെ എന്നാണ് തെറ്റിദ്ധാരണകളിൽ നിന്നും പദ്ധതി പ്രദേശത്ത് സമരങ്ങളുണ്ടായപ്പോൾ സർക്കാർ നയം വ്യക്തമാക്കിയത്. സർക്കാരിൻ്റെ 10ാം വാർഷികത്തിൽ രാജ്യത്തിന് സമർപ്പിക്കപ്പെടുന്ന ഈ അഭിമാന പദ്ധതി സംസ്ഥാന സർക്കാരിൻ്റെ നിർണായക പങ്കാളിത്തത്തോടെ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് പുതിയ ദിശാബോധം നൽകുന്ന, തന്ത്രപരമായ സമുദ്ര സാന്നിധ്യം ഉറപ്പിക്കുന്ന, ആഗോള വ്യാപാരത്തിൻ്റെ ഭാവിയെ പുലുകുന്ന ഒരു ചരിത്ര നിമിഷമാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അതിൻ്റെ ചരിത്രപ്രധാനമായ സാമൂഹ്യ സാമ്പത്തിക വളർച്ച കൈവരിക്കുന്ന യാത്ര ആരംഭിക്കാൻ തയ്യാറായി കഴിഞ്ഞു. കൂടുതൽ ആഗോള സമുദ്ര വ്യാപാരത്തെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്ന ഒരു പുതിയ കവാടമായി ഈ തുറമുഖം മാറുകയാണ്. ഈ പുതിയ സമുദ്രയുഗത്തിൻ്റെ ഉദയത്തിന് സാക്ഷ്യം വഹിക്കാൻ രാജ്യം കാത്തിരിക്കുകയാണ്.